ഹലോ വെൽക്കം ബാക്ക് ടു another വീഡിയോ. അപ്പോൾ നമ്മൾ വേസ് വിത്ത് വേർഡ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോർ സബ്ജക്റ്റായ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ലിറ്റററി ന്യൂവാൻസസ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് സെക്ഷൻസ് ആണ്. അത് സിൻടാക്സ് ആൻഡ് ദ പോയറ്റിക്. ഓക്കെ, ഈ രണ്ട് സെക്ഷൻസ് ആണ്. പിന്നെ രണ്ട് ടെക്സ്റ്റിൻ്റെ ഡിസ്കഷനും വരുന്നുണ്ട്. ഐസ് ഓഫ് ദ ക്യാറ്റ് ആൻഡ് ദ ഡെത്ത് ഓഫ് എ ക്ലർക്ക്. രണ്ട് ടെക്സ്റ്റ്സും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത് ദ സിൻടാക്സ് ആൻഡ് ദ പോയറ്റിക്, ഇതിനെ പറ്റിയിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്സ് ഫുൾ ഇതിൽ നിന്നായിരിക്കും വരിക. ഓക്കെ, എല്ലാ 3 മാർക്സിലും ഓൾമോസ്റ്റ് ഒരു 7 to 8 ക്വസ്റ്റ്യൻസും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഫ്രേസൽ വെർബ് ഫൈൻഡ് ചെയ്യുക, വെർബ് ഫ്രേസസ്, അഡ്ജങ്ക്ട്സ്, കൊളോക്കേഷൻസ്, ലിങ്ക്, സെൻസ് ഗ്രൂപ്പ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. സോ ഞാൻ ഇതിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ മൊഡ്യൂളിൽ വന്ന ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ ദ സിൻടാക്സ് ആൻഡ് ദ പോയറ്റിക്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ഓർ സിൻറ്റാറ്റിക് ഫീച്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ദ സിൻടാക്സിൽ വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സിൻടാക്സ് എന്ന് പറയുമ്പം അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ്, അങ്ങനെ നമുക്ക് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ സിൻടാക്സ് എന്ന് വെച്ചാൽ വേർഡ്സ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതാണ് ഇതിൽ മെയിൻലി വരുന്നത്. സോ 2 ടൈപ്സ് ഓഫ് വേർബ്സ് എന്തൊക്കെയാണ്? ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് ആണ് വരുന്നത്. സോ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുമ്പം അവർക്ക് ഒബ്ജക്റ്റ് ഉണ്ടാകും. ഓക്കെ, there will be, the sentence will consist of an object. Intransitive verb എന്ന് പറയുമ്പോഴോ it doesn't contain an object. No objects will be found in the sentence. സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, അതാണ് ഇൻട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൽ വേർഡിൽ ഒബ്ജക്റ്റ് ഉണ്ടാവുന്നതിനെയാണ് ട്രാൻസിറ്റീവ്, ആ സെൻറ്റൻസിനെയാണ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ട്രാൻസിറ്റീവ് വേർബ്സിൻ്റെ മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ്, അങ്ങനെ രണ്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, മോണോ ട്രാൻസിറ്റീവ് എന്ന് വെച്ചാൽ ആ സെൻറ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡൈ ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോഴോ അവിടെ 2 ഒബ്ജക്റ്റ്സ് ആയിരിക്കും ആ സെൻറ്റൻസിൽ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ നോക്കാം. മൈ ഫാദർ ടുക്ക് മീ ടു മൂവീസ്. അവിടെ 2 ഒബ്ജക്റ്റാണ് വരുന്നത്. മൈ ഫാദർ ടുക്ക് മീ, അതൊരു ഒബ്ജക്റ്റ്, മീ ഒരു ഒബ്ജക്റ്റാണ്. ആൻഡ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് വരുന്നത് എന്താ? മൂവീസ്. മൈ ഫാദർ ടുക്ക് മീ ടു മൂവീസ്. ഇവിടെ 2 ഒബ്ജക്റ്റ്, ഒന്ന് മീ ആൻഡ് മൂവീസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഡൈ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഹൂം ആൻഡ് വാട്ട്, ആ 2 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോഴാണ് അത് ഡൈ ട്രാൻസിറ്റീവ് ആവുന്നത്. മൈ ഫാദർ ടുക്ക് ഹൂം, മീ, വാട്ട് ഓർ വേർ എന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, ടു മൂവീസ്, അതാണ് 2 ഒബ്ജക്റ്റ് വരുന്നത്. ഹൂം ഓർ വാട്ട് എന്നുള്ളതിനെ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡൈ ട്രാൻസിറ്റീവ് വേർബ്സ് ആയിരിക്കും. ഓക്കെ, 2 വേർബ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, അടുത്ത എക്സാമ്പിൾ, മൈ സിസ്റ്റർ ബേക്ക്ഡ് അസ് എ കേക്ക്. സോ ഇവിടെ ബേക്ക്ഡ് അസ് എ കേക്ക്, 2 ഒബ്ജക്റ്റ്, അസ് ഒരു ഒബ്ജക്റ്റ് ആണ്, കേക്ക് ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ഡൈ ട്രാൻസിറ്റീവ് ആണ് അവിടെ വരുന്നത്. 2 ഒബ്ജക്ട്സ് വരുന്നുണ്ട്, അസ് ആൻഡ് കേക്ക്. മോണോ ട്രാൻസിറ്റീവ് ആണെങ്കിലോ ഒരു എക്സാമ്പിൾ പറയാം. ഹീ റാൻ എ കമ്പനി ഇൻ ബോംബെ. സോ റാൻ വേർബാണ്, കമ്പനി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഒരേ ഒരു ഒബ്ജക്റ്റ് തന്നെ ഉള്ളൂ, കമ്പനി, അതാണ് മോണോ ട്രാൻസിറ്റീവ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് വെച്ചാൽ നോ ഒബ്ജക്ട്സ്. ഓക്കെ, ഒബ്ജക്ട്സ് ഉണ്ടാവില്ല, അതിനുള്ളൊരു എക്സാമ്പിളാണ് ഷീ വാക്സ് സ്ലോലി. ഇവിടെ വാക്സ് വേർബാണ്, വേറെ ഒബ്ജക്ട്സ് ഒന്നുമില്ല. ഓക്കെ, സ്ലോലി എന്നുള്ളത് അഡ്വേർബാണ്, വാക്കിനെ മോഡിഫൈ ചെയ്യുന്ന വേർബാണ്. ഓക്കെ, അഡ്വേർബ്. അങ്ങനെയാണ് 2 ടൈപ്സ് ഓഫ് വേർബ്സ് വരുന്നത്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. പിന്നെ സിൻടാക്സിൽ വരുന്നത് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊസിഷൻ ഡിറ്റർമിൻസ് ദ ഫങ്ഷൻ. പൊസിഷനാണ് സിൻടാക്സിൽ, അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതിൻ്റെ ഫങ്ഷൻ, ആ വേർഡിൻ്റെ ഫങ്ഷൻ തീരുമാനിക്കുന്നത്. എന്താണ് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പുട്ട് ഓൺ, പുട്ട് ഇൻ, പുട്ട് അപ്പ്, ഇതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ്. അതിനൊക്കെ വരുന്നത് പുട്ട് എന്നുള്ളതിന് ഓൺ എന്ന് പറയുന്ന ഒരു വേർബ് വരുമ്പം അതിൻ്റെ ഫംഗ്ഷൻ മാറുകയാണ്, പുട്ടിൻ്റെ ഫംഗ്ഷൻ മാറുകയാണ്. പുട്ട് ഓൺ എന്ന് പറയുമ്പം വെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വെയർ ഇറ്റ്. പുട്ട് ഇൻ എന്ന് പറയുമ്പം ആഡ് ഓർ ഇൻക്രീസ്.
പുട്ട് അപ്പ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റ്. ഓക്കെ, കൺസ്ട്രക്റ്റ് എ ബിൽഡിംഗ് അങ്ങനെയൊക്കെ. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാൻ, വി ക്യാൻ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. ഓക്കെ. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്വിഷ് ദ ഫയർ, ഫയർമെൻ എക്സ്റ്റിങ്വിഷ് പുട്ട് ഔട്ട് ദ ഫയർ എന്നൊക്കെ പറയാം. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുമ്പം ടോളറേറ്റ്, ദ ബോയ് ഇസ് വെരി നോട്ടി ഐ ക്യാൻ പുട്ട് അപ്പ് വിത്ത് ഹിം. ഓക്കെ, ഇതിലെല്ലാം വരുന്ന പുട്ടാണ്, പക്ഷേ അതിൻ്റെ ഫങ്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പൊസിഷൻ ആൻഡ് അതിൻ്റെ കൂടെയുള്ള പ്രിപ്പോസിഷൻസ് അനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻസ് മാറിക്കൊണ്ട് മീനിങ് തന്നെ എൻറ്റയർലി മാറുകയാണ്. അതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ആണ് സിൻടാക്സ്. സിൻടാക്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ഫ്രേസൽ വേർബ്സ് എന്ന് വെച്ചാൽ ഇഡിയോമാറ്റിക് ഫ്രേസസ് ആണ്. ഇഡിയോമാറ്റിക് ഫ്രേസ് ഇഡിയംസ് ആണ്. ഓക്കെ. വേർബ് ഫ്രേസസ് ചേഞ്ച് മീനിങ് വിത്ത് ചേഞ്ച് ഇൻ പാർട്ടിക്കിൾസ്. ഓക്കെ, നമ്മൾ അതിൻ്റെ പ്രിപ്പോസിഷൻ മാറ്റുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, പുട്ട് ഓൺ, പുട്ട് അപ്പ്, ഹാങ് ഓൺ, ഹാങ് ഔട്ട്, അതൊക്കെയാണ് ഫ്രേസൽ വേർബ്സ് വരുന്നത്. പിന്നെ വരുന്നത് കൊളോക്കേഷൻസ്. കൊളോക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ ജുക്സ്താപോസിങ് ഓഫ് പെർട്ടിക്കുലർ വേർഡ് വിത്ത് അനദർ വേർഡ് എന്ന് വെച്ചാൽ വേർഡ് കോമ്പിനേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഹെവി റെയിൻ, അല്ലാതെ നമുക്ക് റെയിനിൻ്റെ കൂടെ ബിഗ് റെയിൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഹെവി തന്നെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വേർഡിൻ്റെ കൂടെ ഇത് തന്നെ വരണമെന്ന് വരേണ്ട വേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ഒരു ഹാബിച്വൽ ആയിട്ട് അവിടെ അത് തന്നെ ആ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള വേർഡ്സ് ആണ്. ഓക്കെ, ഹെവി റെയിൻ, സ്ട്രോങ് ടീ. ഓക്കെ, അല്ലാതെ നമുക്ക് കട്ടൻ ചായ ഇപ്പം ഭയങ്കര സ്ട്രോങ് ആണെന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ട്രോങ് ടീ എക്സെട്ര, അതൊക്കെയാണ് കൊളോക്കേഷൻസ്. പിന്നെ വരുന്ന സിൻടാക്റ്റിക്കൽ ഇത് വരുന്നത് എന്താണ്? ഓക്കെ, അടുത്തത് അഡ്ജങ്ക്ട്സ്. അഡ്ജങ്ക്ട്സ് എന്ന് വെച്ചാൽ ഫ്രേസസ് ഓർ ക്ലോസസ് ദാറ്റ് അക്കമ്പനി ആൻ ഇൻട്രാൻസിറ്റീവ് വേർബ്. ഇൻട്രാൻസിറ്റീവ് വേർബ് നമ്മൾ പറഞ്ഞല്ലോ, നോ ഒബ്ജക്റ്റ്, ആ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വേർബിനെ, ഒരു ഇൻട്രാൻസിറ്റീവ് വേർബിനെ ഫോളോ ചെയ്യുന്ന ഫ്രേസസ് ഓർ ക്ലോസസിനെയാണ് അഡ്ജങ്ക്ട്സ് എന്ന് പറയുന്നത്. ഹീ സ്പോക്ക് ലാസ്റ്റ് നൈറ്റ്, അപ്പോൾ ഇവിടെ അഡ്ജങ്ക്ട് ലാസ്റ്റ് നൈറ്റ് ആണ്. ഹീ സ്പോക്ക് അൺഈസിലി ആണ് ഇവിടെ അഡ്ജങ്ക്ട് ആയിട്ട് വരുന്നത്. ഹീ ലെഫ്റ്റ് ദ ഫ്ലവേഴ്സ് ഓൺ ദി ടേബിൾ ആണ് ഇവിടെ അഡ്ജങ്ക്ട്സ് ആയിട്ട് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്തായാലും ഈ ഫസ്റ്റ് സെക്ഷൻ എയിലെ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഐഡൻറ്റിഫൈ ദ അഡ്ജൻസ്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ് കൊളോക്കേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തായാലും എന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. കൂടുതലൊന്നും എഴുതാനുണ്ടാവില്ല, ബാക്കിയുള്ള സബ്ജക്റ്റിനെ പോലെ ലെങ്തി ആയിട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് വരുന്നത് സെൻസ് ഗ്രൂപ്പ്സ് ആണ്. സെൻസ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ മീനിങ് ഓഫ് സെൻറ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സെൻസ് ഗ്രൂപ്പ്സ്. ഈ സെൻറ്റൻസിൻ്റെ തന്നെ മീനിങ് ഡിപ്പെൻഡ് ചെയ്യൽ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിലായിരിക്കും. ഇപ്പം വിമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് നത്തിങ്. ഓക്കെ, അതൊരു വേർഡാണ്. മാൻ കഴിഞ്ഞിട്ട് കോമയുള്ളൊരു വേർഡാണെങ്കിൽ അങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ബട്ട് അത് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ, വിമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് നത്തിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ? ഡിഫറൻസ് തന്നെ മാറിക്കഴിഞ്ഞു. ഓക്കെ, വിമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് നത്തിങ്, വിമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് നത്തിങ്. ഫസ്റ്റ് പറഞ്ഞതിൽ വിമൻ ഒരു മാൻ ഇല്ലെങ്കിൽ അവളെ ഒന്നും ആവില്ല എന്ന്. അടുത്തതിൽ പറഞ്ഞു വിത്തൗട്ട് എ വിമൻ, ഓക്കെ, മാൻ ഇസ് നത്തിങ് എന്നാണ് സെക്കൻഡ് ഇതിൽ പറയുന്നത്. സോ വിമൻ വിത്തൗട്ട് ഹെർ man is nothing. Next വരുന്ന ലിങ്കേഴ്സ്, വേർഡ് ഫ്രേസസ് ഓർ ഫ്രേസസ് ദാറ്റ് ലിങ്ക് സെൻറ്റൻസ്. ലിങ്കേഴ്സ് ഭയങ്കര ഈസിയാണ്. വേർഡ്സിനെയും ഫ്രേസസിനെയും ലിങ്ക് ചെയ്യുന്ന വേർഡ്സിനെയാണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റെയിനിങ് ഐ സ്റ്റേഡ് ഹോം ഒരു എക്സാമ്പിൾ ആണോ. ഇറ്റ് വാസ് റെയിനിങ് ഐ സ്റ്റേഡ് ഹോം, ഇറ്റ് വാസ് റെയിനിങ് സോ ഐ സ്റ്റേഡ് ഹോം. രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഓർ ഫ്രേസസിനെയാണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. പാരാടാക്സിസ്, ടെക്നിക് ഓഫ് ലിസ്റ്റിംഗ് ദം ഔട്ട്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരാടാക്സിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്ലേസിംഗ് ഓഫ് ക്ലോസസ് ഓഫ് ഫ്രേസസ് വൺ ആഫ്റ്റർ അനദർ വിത്തൗട്ട് വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് കോർഡിനേഷൻ ഓർ സബോർഡിനേഷൻ, ആസ് ഇൻ ടെൽ മീ, ഹൗ ആർ യു, ഓർ ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. ഓക്കെ, പ്ലേസിങ് ഓഫ് ക്ലോസസ് ഓഫ് ഫ്രേസസ് വൺ ആഫ്റ്റർ അനദർ എന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യാം. നമുക്ക് പറയാനുള്ളതൊക്കെ ഇങ്ങനെ കോമാസ് ഇട്ടിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെൻറ്റൻസ്, ഒരു വലിയൊരു 2
സെൻറ്റൻസ്, ഒരു കോംപ്ലെക്സ് സെൻറ്റൻസ് തന്നിട്ട് ഇതിലുള്ള പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം ഒരു കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കാം. ദ ലെപ്പർഡ് ഹാഡ് സ്പ്രങ് ഔട്ട് ഓഫ് ബുഷ്, ബ്രോക്കൺ ഹെർ നെക്ക് ആൻഡ് ഡ്രാഗ്ഡ് ഹെർ ഇൻ ടു ദ ബുഷസ്. പാരാടാക്സിസ് ആണ്, അവിടെ ലിസ്റ്റ് ചെയ്യാണ് കാര്യങ്ങൾ. ലെപ്പർഡ് ചാടി വന്നിട്ട് സ്പ്രങ് ഔട്ട് ചെയ്തിട്ട് എന്താ ചെയ്തത്, അവരെ കഴുത്ത് മുറിച്ചു, ഡ്രാഗ്ഡ് ഹെർ, അവരെ വലിച്ചു കൊണ്ടുപോയി ബുഷിൻ്റെ അകത്തോട്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ചെയ്യുക എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് കോമ യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു സെക്കൻഡ് എക്സാമ്പിൾ ഫോർ പാരാടാക്സിസ് എന്താണ്? But suddenly his face wrinkled, his eyes rolled, his breath stopped. He put down the opera glasses, bent, formed an ooch. Okay. അപ്പോൾ ഇവിടെ വരുന്നത്, ഇവിടെയും ലിസ്റ്റ് ചെയ്യാണ്. ഹിസ് ഫേസ് സഡൻലി ഫേസ് റിങ്കിളായി, ഐസ് റോൾഡ് ഔട്ടായി, ഹിസ് ബ്രെത്ത് സ്റ്റോപ്ഡ്. ഓക്കെ, അയാൾ അവിടെ സ്നീസ് ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷനാണ് അവിടെ കാണിക്കുന്നത്. അതാണ് അച്ചു, ആ തുമ്മുന്ന സൗണ്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യാണ്, എന്തൊക്കെ ഉണ്ടായി എന്നുള്ള പ്രോസസ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്യാണ്. അതാണ് പാരാടാക്സിസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. അതിന് എല്ലാ പ്രാവശ്യം അത് ചോദിക്കാറുണ്ട്. ഓക്കെ, 3 മാർക്കിൽ സെക്ഷൻ എയിൽ തന്നെയാണ് ചോദിക്കാറ്. ഹൈപ്പോടാക്സിസ് അടുത്തത്, ഡിഫറെൻറ്റ് ക്ലോസസ് ലിങ്ക് ടുഗെദർ ബൈ യൂസിങ് വേർഡ്സ് ലൈക്ക് ഓൾത്തോ, അൺലെസ്, ബിക്കോസ്, വൈൽ. ഓക്കെ, ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഇങ്ങനെയുള്ള ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ക്ലോസസിനെ ലിങ്ക് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോടാക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്താണ്? ഓൾത്തോ യു ആർ മൈ സിസ്റ്റർ, യു ആർ എ മങ്കി. ഓൾത്തോ യൂസ് ചെയ്തിട്ട് രണ്ട് ഫ്രേസസിനെ ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്താ? വൈൽ ഹി കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ സ്ലെപ്റ്റ്. ഓക്കെ, വൈൽ യൂസ് ചെയ്തിട്ട് രണ്ട് വേർഡ്സിനെ, ഹി കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ സ്ലെപ്റ്റ് എന്ന് പറയുന്ന രണ്ട് ഫ്രേസസിനെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സിൻഡാക്സിൽ വരുന്നത്. സോ സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രേസൽ വെർബ്സ് വരുന്നുണ്ട്, കൊളോക്കേഷൻസ് വരുന്നുണ്ട്, അഡ്ജങ്ക്ട്സ് വരുന്നുണ്ട്, സെൻസ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ലിങ്കേഴ്സ്, പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യനിൽ എന്തായാലും എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ ഫ്രേസൽ വെർബ്സ് ഒന്നെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നിട്ട് ഫില്ല് ചെയ്യാൻ പറയും. കൊളോക്കേഷൻസ് ആണെങ്കിലും ചിലപ്പോൾ അങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. അഡ്ജങ്ക്ട്സ് ഈ ലൈനിൽ നിന്നും ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ സെൻസ് ഗ്രൂപ്പ്സ്, ലിങ്കേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ലിങ്കേഴ്സ് ഫില്ല് ചെയ്യാൻ വരാറുണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്. പിന്നെ പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3-4 ലൈൻസുള്ളൊരു സെൻറ്റൻസ് തന്നിട്ട് ഇതിൽ പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്താണ്? ദ പോയറ്റിക്. പോയറ്റിക് എന്ന് പറയുമ്പം എക്സ്പ്രസിങ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ആണ് പോയറ്റിക്സ്. മീനിങ് മേക്കിംഗ് ഡിവൈസസ് ഓഫ് പോയറ്റിക് ടെക്സ്റ്റ്. ഒരു പോയറ്റിക് ടെക്സ്റ്റിലെ മീനിങ് മേക്കിംഗ് ഡിവൈസസ് ആണ്. ഇപ്പോൾ സിമിലി അതൊക്കെ തന്നെയാണ് ഈ പോയറ്റിക്കിൽ വരുന്നത്. മീനിങ് ഇസ് ഒബ്വിയസ് എന്ന് വെച്ചാൽ ഡിനോട്ടീവ് മീനിങ്ങും, ഇൻഡയറക്റ്റ് മീനിങ് ആണെങ്കിൽ കൊണോട്ടീവ് മീനിങ്ങും ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാതെ പറയുന്നതിനെയാണ് കൊണോട്ടേറ്റീവ്. വാട്ട് ഈസ് ഇറ്റ്? മീനിങ് ആ ലൈനിൽ നിന്നും ഒബ്വിയസ് ആണെങ്കിൽ അത് ഡിനോട്ടീവ് മീനിങ് ആണ്. ഓക്കെ, പോയറ്റിക് എന്ന് പറയുമ്പം അതൊരു സ്പെഷ്യൽ വേയിൽ പോയറ്റ്സ് പറയുന്ന ഒരു കാര്യങ്ങളെയാണ് പോയറ്റിക്കിൽ വരുന്നത്. എന്ന് വെച്ചാൽ അത് പറയാതെ പറയാം, ഒരു നല്ലൊരു രീതിയിൽ പറയുന്നതിനെയാണ് സ്പെഷ്യൽ വേ ഓഫ് സ്പീയിങ് തിങ്സ്. ഓക്കെ, സോ പോയറ്റിക്കിൽ വരുന്നത് സിമ്പിൾസ് വരുന്നുണ്ട്. മാർക്ക് ഓഫ് ക്യാരക്ടർ യൂസ് ടു റെപ്രസെൻറ്റ് ആൻ ഒബ്ജെക്റ്റ്. ഡവ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു പോയറ്റ് പറയാണ്, യു ലുക്ക് ലൈക്ക് എ ഡവ്. ആ ഡവ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഓഫ് പീസ് ആണ്. ആൻഡ് ഇഫ് എ പോയറ്റ് സേസ് റെഡ് റോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലവ് ആൻഡ് കമ്പാഷൻ ആണ്. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വേർഡ്സും പോയറ്റ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് മീനിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മെയിൻലി വരുന്നത് പീസ്, റെഡ് റോസ്, അതൊക്കെയാണ്. വേർഡ്സിന് സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് വരുന്നത് മെറ്റഫർ ആണ്. കമ്പാരിസൺ വേർ ടു തിങ്സ് ആർ ഇക്വേറ്റഡ്. രണ്ട് കാര്യങ്ങളെ ഇക്വേറ്റ് ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇപ്പം KS ചിത്ര ഇസ് എ കുക്കു. സിംഗറായിട്ടുള്ള KS ചിത്ര എന്ന് പറയുന്നവർ കുക്കുവിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. മൈ ഫാദർ ഇസ് എ ലയൺ. ഇവിടെ ഫാദർ എന്നുള്ളത് ലയണിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതാണ് മെറ്റഫർ. ഈ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നതിനാണ് മെറ്റഫർ. പോയറ്റിക് ഡിവൈസ് വരുന്നത് ഇമേജ് ആണ്. മെൻ്റൽ പിക്ചർ ഫോംഡ് ഇൻ ദ മൈൻഡ് ഓഫ് റീഡേഴ്സ്.
റീഡേഴ്സ് ഒരു കാര്യം ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ എന്ത് മെൻ്റൽ പിക്ചറാണ് നമുക്ക് ആ വായിച്ചതിൽ നിന്നും കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ദ ബെഗർ സ്റ്റുഡ് ഓൺ ദ സ്ട്രീറ്റ് ഇൻ ഹിസ് ഡേർട്ടി ആൻഡ് ടോൺ ഡ്രസ് കവേർഡ് വിത്ത് ഫ്ലൈസ്. അതിൽ നിന്നും നമുക്കൊരു പിച്ചക്കാരൻ്റെ ഒരു രൂപം മൊത്തത്തിൽ നമുക്ക് വന്നു അല്ലേ. അതാണ് ഇമേജറി എന്ന് പറയുന്നത്. ഓരോരു വായിക്കുമ്പോഴും അതിൽ നിന്നും കിട്ടുന്ന ഇമേജ് നമുക്കതിൽ നിന്നും ലഭിക്കുന്ന ഒരു ഇമേജറിയാണ് അത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെസുറ പോസ് ഇൻ ദ മിഡിൽ ഓഫ് എ ലൈൻ ആണ് സെസുറ. ഓക്കെ, ഒരു ലൈൻ്റെ പെട്ടെന്ന് തന്നെ ഒരു ലൈൻ്റെ നടുക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് സെസുറ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെസുറ ആൻഡ് എൻജോയ്മെൻറ്റ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. Vaulting ambition which overleaps itself and falls on the other. How now? What news? Okay, അവിടെ and falls on the other എന്നുള്ളിടത്താണ് സെസുറ വന്നിരിക്കുന്നത്. സെസുറ ഡിനോട്ട് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു ലൈനായി വരച്ചിട്ടാണ് സെസുറ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് എൻജാബ്മെൻറ്റ് ഓർ റൺ ഓൺ ലൈൻസ് ആണ്. റൺ ഓൺ ലൈൻസ് എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ നെക്സ്റ്റ് ലൈനും കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് എൻജാബ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂവേഷൻ ഓഫ് എ സെൻറ്റൻസ്, ഓക്കെ, വിത്തൗട്ട് പോസ്, അതാണ് എൻജാബ്മെൻറ്റ്. വൈൽ സെസുറ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പോസ് ഇൻ ദ മിഡിൽ ഓഫ് എ ലൈൻ, അതാണ് സെസുറ. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ സെസുറ ആൻഡ് എൻജാബ്മെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതൊരു കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നെക്സ്റ്റ്, ഐ ആം ഇസ് എ മെട്രിക്കൽ ഫുഡ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഷോർട്ട് അൺസ്ട്രെസ്ഡ് വൺ ലോങ് സ്ട്രെസ്ഡ് സിലബസ്. ഒരു അൺസ്ട്രെസ്ഡും പിന്നെ ഒരു സ്ട്രെസ്ഡ് സിലബസും കൂടി വരുന്നതിനെയാണ് ഐ ആം എന്ന് പറയുന്നത്. ഇത് പറയുന്നത് മീറ്റർ ആണ്. നമ്പർ ഓഫ് ഫീറ്റ് ഓർ ബീറ്റ്സ് ആണ് മീറ്റർ വരുന്നത്. ഓക്കെ, സോ ഫീറ്റ് എന്ന് പറയുമ്പം നമ്പർ ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ്, ഒരു സെൻറ്റൻസിൽ എത്ര സ്ട്രെസ്ഡ് വരുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്, അതനുസരിച്ച് നമുക്ക് മീറ്റർ എന്നുള്ളത് മോണോമീറ്റർ, ഡയമീറ്റർ, ട്രൈമീറ്റർ, പെൻറ്റാമീറ്റർ ആൻഡ് ടെട്രാമീറ്റർ ആക്കാം. ഓക്കെ, ടെട്രാമീറ്റർ എന്ന് പറയുമ്പോൾ 5 മീറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. 5 സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ്, അങ്ങനെ 5 ഫോംസ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. പിന്നെ ടോർഷ്യ വരുന്നുണ്ട്. സ്ട്രെസ്ഡ് ഫോളോഡ് ബൈ അൺസ്ട്രെസ്ഡ് ആണ്. പിന്നെ വരുന്ന ഒരു പോയറ്റിക് ഡിവൈസ് വരുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പം സ്പീക്കിംഗ് ഓഫ് എൻ ഒബ്ജക്റ്റ് ആസ് ഹ്യൂമൻ ബീയിങ് ആണ് പേഴ്സോണിഫിക്കേഷൻ. ഒരു നോൺ ലിവിങ് തിങ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്ത് വിശേഷിപ്പിക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി സ്പോക്കൺ ആസ് ഓൾഡ് ഫ്രണ്ട്സ്, ഫെമിലിയർ ആൻഡ് ക്ലോസ്, അതൊക്കെ മോസ്റ്റ്ലി കാണാൻ പറ്റുന്നതാണ്. ഡെത്തിനൊരു ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനൊക്കെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയറ്റിക് ഡിവൈസസ് ഹൈപ്പർബോൾ എന്ന് വെച്ചാൽ എക്സാജുറേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പർബോൾ. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ലവ് യു വിത്ത് 1000 ഹാർട്ട്സ്. എന്തായാലും ഒരാൾക്ക് 1000 ഹാർട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, 1 ഹാർട്ടേ ഉള്ളൂ. പക്ഷെ അതൊരു എക്സാജുറേറ്റ് ചെയ്ത് 1000 ഹൃദയങ്ങളെ കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കും എന്ന് പറയുന്നതൊക്കെയാണ് ഹൈപ്പർബോൾ. ഓക്കെ, സോ ഹംഗ്രി ദാറ്റ് ഐ കുഡ് ഈറ്റ് ആൻ എലിഫൻറ്റ്. ഒരു എലിഫൻറ്റിന് ഇപ്പോൾ എന്തായാലും ഒരാൾ കഴിക്കാൻ പോകുന്നില്ല, പക്ഷേ അതൊരു എക്സാജുറേഷൻ ആണ് വരുന്നത് അവിടെ. ഓക്കെ, ഹൈപ്പർബോളാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻലി ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഐസ് ഓഫ് ദ ക്യാറ്റ് വരുന്നുണ്ട്, പിന്നെ ദ ഡെത്ത് ഓഫ് എ ക്ലർക്ക്. ഇങ്ങനെ 2 ടെക്സ്റ്റ് വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പോയംസ് വരുന്നുണ്ട്. എവ്രി വൺ സാങ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഒക്കെ ജസ്റ്റ് എന്താണെന്നുള്ളതൊന്നും ജസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ പോയറ്റിക് ഡിവൈസസ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി തന്നിട്ടുള്ള കുറച്ച് പോംസൊക്കെയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രീവിയസ് ഇയർ നവംബർ 2021 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വേർബ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ഗിവൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. വി ഹാവ് ഡിസൈഡഡ് ടു ഡാഷ് അവർ ഫ്രണ്ട് ടുഡേ. കോൾ ഇറ്റ് ആണോ കോൾ ഓൺ ആണോ? ഐഡൻറ്റിഫൈ ദ അഡ്ജങ്ക്സ് ഫ്രം ദ സെൻറ്റൻസസ് ഗിവൻ. ഷീ വാക്ക്ഡ് ഹോം ഡിസ്പിരിറ്റഡ്. ഹോം ഡിസ്പിരിറ്റഡ് എന്നുള്ളതാണ് അഡ്ജങ്ക്ട്. ദ റിവർ ഫ്ലോഡ് സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി എന്നുള്ളതാണ് ഇവിടെ അഡ്ജങ്ക്ട് വരുന്നത്. അഡ്ജങ്ക്ട്സ് എന്ന് വെച്ചാൽ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബിനെ ഫോളോ ചെയ്യുന്ന ഫ്രേസിൽ അക്കമ്പനി ചെയ്യുന്ന ഫ്രേസ് ഓർ ക്ലോസിനെയാണ്
അഡ്ജങ്ക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഐഡൻറ്റിഫൈ ദ പാരടാക്റ്റിക് ആൻഡ് ഹൈപ്പോടാക്റ്റിക് സെൻറ്റൻസസ് ഫ്രം ദ ഗിവൻ പാസേജ്. പാരടാക്റ്റിക് എന്ന് പറയുമ്പം ലിസ്റ്റിംഗ് ഔട്ട് തിങ്സ് ആണ്. ഇവിടെ സഡൻലി ദ സീ റോഡ്, ദ റിവർ റേജ്, ദ വിൻഡ് ഹൗൾഡ്, ദ ക്ലൗഡ്സ് ബേഴ്സ്റ്റ്, അതാണ് പാരടാക്ട്. ഇറ്റ് വാസ് എ ക്വയറ്റ് സെറിൻ ഈവനിങ് വെൻ ഷീ സ്റ്റാർട്ടഡ് ഹെർ ജേർണി, അതാണ് ഹൈപ്പർടാക്റ്റിക് വരുന്നത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ മോണോ ട്രാൻസിറ്റീവ് വേർബ് ആൻഡ് ഡൈ ട്രാൻസിറ്റീവ് വേർബ് ഇൻ ദ സെൻറ്റൻസസ് ഗിവൻ. വി ഹയർഡ് എ കുക്ക്, ഹീ കുക്ക്ഡ് us ടേസ്റ്റി മീൽസ്. ഇവിടെ ഹീ കുക്ക്ഡ് us ടേസ്റ്റി മീൽസ് എന്ന് പറയുമ്പം അവിടെ ഡൈ ട്രാൻസിറ്റീവ് ആണ് വരുന്നത്. 2 ഒബ്ജക്ട്സ് വരുന്നുണ്ട്. വി ഹയർഡ് എ കുക്ക് എന്നുള്ളിടത്ത് മോണോ ട്രാൻസിറ്റീവ് ആണ്. ഒരു വേർബ് ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് കുക്ക്. 2 ഒബ്ജക്റ്റ് വരുന്നതാണ് ഡൈ ട്രാൻസിറ്റീവ് വേർബ്. സോ ഹീ കുക്ക്ഡ് us ടേസ്റ്റി മീൽസ്, അസ് മീൽസ് എന്നുള്ളതാണ് ഡൈ ട്രാൻസിറ്റീവ് വേർബ്. ഓക്കെ, മാർക്ക് enjambment and caesura in the following stanzas. ഇതിൽ enjambment and caesura, caesura എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൽ വരുന്ന പോസിനെയാണ്. enjambment എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പോസ് കണ്ടിന്യൂയിങ് ദ സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, അവിടെ ഒരു പോസ് വരുന്നുണ്ട്. ഇറ്റ്സ് ലവ്ലിനെസ് ഇൻക്രീസസ്, ഇറ്റ് വിൽ നെവർ പാസ് ഇൻ ടു നത്തിങ്നെസ്, അവിടെ enjambment ആണ്. അത് ഫോളോ ചെയ്തു, ആ നെക്സ്റ്റ് ലൈനിലോട്ട് ഫോളോ ചെയ്തു. But still will keep a bore quiet for us and a sleep full of sweet dreams and health and quiet breathing. അവിടെ ആൻഡ് സ്ലീപ്പ് കഴിഞ്ഞിട്ടും അത് നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് ഫോളോ ചെയ്തു. ഓക്കെ, ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ 2 sets of lines given below. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഫൈൻഡ് ചെയ്യാനാണ്. 100 years should go to praise thine eyes and on thy forehead gaze. 100 years കഴിയണം എന്ന് പറയുന്നതൊക്കെ ഹൈപ്പർബോളാണ് വരുന്നത്. ഓക്കെ, ലൈഫ് ഇസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദറ്റ് കനോട്ട് ഫ്ലൈ. ഇവിടെ ലൈഫിനെ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. മെറ്റഫറാണ് അവിടെ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് മാർക്ക് ദ സെൻസ് ഗ്രൂപ്പ്സ്. ദ സ്റ്റേറ്റ് ഓഫ് അർക്കാഡിയ സെഡ് ദ ഗവർണർ ഹാസ് നെഗ്ലക്റ്റഡ് ദ ഇൻസിഡൻസ് ഓഫ് COVID-19 എന്നാണ് പറയുന്നത്. ഓക്കെ, സെൻസ് ഗ്രൂപ്പ് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും 3 മാർക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, സെക്ഷൻ എയിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ആയിരിക്കും മിക്കവാറും 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ ഈ മൊഡ്യൂളിലുള്ളത് എന്തൊക്കെയാണെന്നും ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ 2 ടെക്സ്റ്റ്സ് വരുന്ന ഐസ് ഓഫ് ദ ക്യാറ്റ് ആൻഡ് ദ ഡെത്ത് ഓഫ് എ ക്ലർക്ക് എന്ന് പറഞ്ഞത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പോയിൻറ്റ്സിൻ്റെ ഡിസ്കഷൻ കൂടി അതിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ. അതിന് ശേഷം പോളിഫോണി ഇൻ ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.